ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടില്ലേ, ഞാൻ അനോമലി സ്കാനിങ്ങിന് പോവാണ്. അത്യാവശ്യം നല്ല ടെൻഷൻ അടിച്ചിട്ടാണോ സ്കാനിങ്ങിന് പോകുന്നത്. എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു. വിശാഖിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ ഞാൻ വിശാഖം കൂടിയും പോണത്. ഇന്ന് അമ്മയില്ല, കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ സ്കാനിങ് പറഞ്ഞിട്ടുള്ളത്. സോ അച്ഛനൊക്കെ ഊണ് കഴിക്കാൻ വരാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് അമ്മയില്ല. പിന്നെ നമ്മൾ പോയാൽ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ ഈ സാധനം നോക്കാനാണ് ഞാൻ ചാടി ഇരിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ തന്നെ മരുന്നൊക്കെ കയ്യെത്തും ദൂരത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സ്കാനിങ്ങിൻ്റെ കാര്യം പറയാൻ, ആക്ച്വലി നോർമലി സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. മുന്നത്തെ സ്കാനിങ് ഒക്കെ വളരെ ഓക്കെ ആണെങ്കിൽ സെറ്റായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി പോകേണ്ട ഒരു സ്കാനിങ് ആണ് നോർമലി സ്കാൻ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബിക്കോസ് നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ഓഫ് ദ ബേബി നമുക്ക് അവർ ഡിഫൈൻ ചെയ്ത് തരും. എല്ലാം അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളതെല്ലാം അവർ സെറ്റാക്കുന്നൊരു സ്കാനിങ് ആണ് നോർമലി സ്കാനിങ്. ബട്ട് ഇൻ കേസ് ഓഫ് മീ, എന്താ പറയുക, കുറച്ച് ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ സ്കാനിങ്ങിലൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഇത്തവണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് പോകുന്നത്. പിന്നെ ആ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നെക്സ്റ്റ് സ്കാനിങ്ങിന്, അതായത് 12th വീക്കിൽ സ്കാനിങ് എടുത്തപ്പോൾ പിന്നെ 14th വീക്കിൽ എടുക്കണം എന്ന് പറഞ്ഞു, പിന്നെ 16th വീക്കിൽ എടുക്കണം. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സ്കാനിങ് എടുക്കുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ എന്നല്ലാതെ എന്താ പറയുക, ഞാൻ ഭയങ്കര ഓവറായിട്ട് എന്താ പറയുക എക്സൈറ്റഡും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. കാരണം ആ സമയത്തൊക്കെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, ഞാനൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് വിശാഖും അമ്മയൊക്കെ ഭയങ്കര ടെൻഷൻ. എൻ്റെ അമ്മയും വിശാഖിൻ്റെ അമ്മയും എല്ലാവരും ഭയങ്കര ടെൻഷൻ. ഇപ്പം ഞാനൊന്ന് ഓക്കെ, ഞാനൊന്ന് സ്റ്റേബിൾ, മെൻ്റലി ഞാനൊന്ന് പ്രിപ്പയർഡ് ആയപ്പോൾ എല്ലാവരും എന്നെ പോലെ തന്നെയായി. അപ്പോൾ എന്താ പറയുക, ഞാൻ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ് അന്ന് സ്കാനിങ്ങിന് പോകുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം. അപ്പം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, മറ്റേ ഫയൽസൊക്കെ സെറ്റാക്കി വെക്കാനുണ്ട്. ഓക്കെ ആണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. നമ്മൾ റീചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതേ ഉച്ചയ്ക്ക് 1:30 നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 12:45. നമുക്ക് അത്രേ സമയമുള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. 1:30 അപ്പോൾ ഇനി 3/4 മണിക്കൂറുണ്ട്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ തിരൂർക്ക്. അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷേ സ്കാനിങ്ങിൻ്റെ സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും മാക്സിമം പറ്റുന്ന ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ സ്കാനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. മേ ബി ഇതൊരു സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്രയൊന്നും ടെൻഷൻ അടിക്കുന്നുണ്ടാവില്ലായിരിക്കും. കാരണം പലരും പറയുന്നത് അത് ആദ്യത്തെ ആയതുകൊണ്ട് എനിക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്നോട് സംസാരിക്കുന്ന ആളുകളെ. ശരിയാണ്, എനിക്കിത് ആദ്യത്തെ ആയതുകൊണ്ടാണ് ഒരു ടെൻഷൻ. പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടെൻഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്. ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ട്, സങ്കടം പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പിന്നെ നമ്മളത് സങ്കടപ്പെട്ടതുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മളിന്ന് ഹൈ ബി പിയിലൊക്കെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ റെഡി ആവില്ല. നമ്മൾ ഒരുപാട് നേരം നിന്നിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും കാം ആൻഡ് ക്വൈറ്റ് ആക്റ്റീവായിട്ട് പോവുക, ആക്റ്റീവായിട്ട് സ്കാനിങ് എടുത്തിട്ട് വരിക, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ നമ്മൾ കുറേ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ പറ്റുന്ന വീഡിയോസും ക്ലിപ്പിങ്സും ഒക്കെ എടുക്കാം, എന്നിട്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. സ്കാനിങ് സെന്റർ നമ്മൾ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മൾ ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 12 1:30 എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1:30 ആയിട്ടും രാവിലത്തെ ടോക്കൺസ് പോലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇന്ന് നല്ല ഡിലേ ആണ്, ഒരുപാട് അനോമലി സ്കാനിങ് ഉള്ളതുകൊണ്ട് എന്ന് അവിടുത്തെ സിസ്റ്റർ നമ്മളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞൊരു 1:30 എന്നുള്ള 2:30 ആകുമ്പോൾ നമുക്ക് സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങാം, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്തായാലും ഭക്ഷണം കഴിക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ തിരൂർ ഖലീസിലാട്ടോ വന്നത്. ഞാൻ ഖലീസിൽ ഇതിന് മുന്നേ വന്നത് മുന്നത്തെ സ്കാനിങ് സമയത്തായിരുന്നു. പക്ഷെ അപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പഴയ സിനിമകളുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ വിശാഖ് ഫ്രൈഡ് റൈസും
എന്തോ ചിക്കൻ കൊണ്ടാട്ടം സംതിങ് അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഹാഫ് നെയ്ച്ചോറും അതിലേക്ക് സാലന ഉണ്ടല്ലോ അതാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹാഫ് നെയ്ച്ചോറിന്റെ ഹാഫും ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങി. സ്കാനിങ്ങിന്റെ വിശേഷങ്ങൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഒരുപാട് ലേറ്റ് ആയി സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 1:30 എന്ന് പറഞ്ഞത് ഏകദേശം 5 മണി കഴിഞ്ഞിട്ട് നമുക്ക് ടോക്കൺ കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചതാണ്. പിന്നെ ചായ അങ്ങനെയൊന്നും കുടിക്കുകയും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് സബ്കേയിൽ കയറിയിട്ട് നമ്മൾ സബ്കേയിൽ എന്തോ ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോൾ ആ ഫുഡ് ഫെസ്റ്റിൽ കയറിയിട്ട് നമ്മൾ വെള്ളയപ്പം പിന്നെ എന്തോ ബീഫ് സ്റ്റൂ അങ്ങനെ എന്തോ ആണത്, അതും കഴിച്ചു. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടായിരുന്നത് എന്തോ ചക്കയും ചിക്കനും, അതും ലേശം വളരെ ചെറിയ പോർഷൻ ഒന്ന് ടേസ്റ്റ് നോക്കി. കാരണം എനിക്ക് ചക്ക ഗ്യാസാണ്. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി വളരെ ചെറിയൊരു പോർഷൻ എടുത്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് സബ്കേയിലെ ഫുഡ് ഫെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇന്നും നാളെയും കൂടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു സ്കാനിങ് സെന്ററിൽ. അത് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടോ ഞാൻ എടുക്കാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എനിക്ക് പിന്നെ പരാഗിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പരാഗ് പോകാം എന്നുള്ള പ്ലാനായിരുന്നു. കാരണം നമ്മൾ സബ്കേയിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് പരാഗ് ഓപ്പൺ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് പോവാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്ന സമയമാകുമ്പോഴത്തേക്കും പരാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാട്ടോ ചെയ്തത്. നമ്മുടെ പ്ലാനൊക്കെ ലേറ്റ് ആയ കാരണേ, നമ്മുടെ സ്കാനിങ് ഓൾറെഡി ലേറ്റ് ആയ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു. പിന്നെ സ്കാനിങ്ങിന്റെ വിശേഷങ്ങൾ ഞാൻ പറയില്ല, വേറെ ലാസ്റ്റ് ടൈം വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. കാരണം സ്കാനിങ്ങിന് പോയ സമയത്ത് എനിക്ക് ഇത്ര മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ നല്ല ടെൻഷനിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സൈഡിലുള്ള ആളുകളാണെങ്കിൽ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി വെറൈറ്റി ഡിഷസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് നോർമലി സ്കാനിങ്ങിന് പോയിട്ട് അത്രമാത്രം വീഡിയോ ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ നിൽക്കുന്നിടത്ത് പോയിട്ട് എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല. പിന്നെ വിശാഖം എടുക്കണം. ഈ പറഞ്ഞ പോലെ വിശാഖ അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്നേക്കാൾ ശരിയാണ് അക്കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറുമില്ല. അതുകൊണ്ടാണ് എനിക്ക് നോർമലി സ്കാനിങ് സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ മലപ്പുറമാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക, കൂടുതൽ, അതായത് മലപ്പുറം ജില്ലയിലെ പോപ്പുലേഷനിൽ കൂടുതലും മുസ്ലിം മൈനോറിറ്റിയാണ്. അവരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ അവരവരുടെ നമ്മളെ ഫേസ് ആ വീഡിയോയിൽ വരുമല്ലോ, ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും അതിൽ പെടുകയാണെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഈ പറഞ്ഞതുപോലെ അവരുടെ താല്പര്യങ്ങൾക്ക് അത് എതിരായി പോയേക്കാം ചിലപ്പോൾ ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ പോകുന്ന സമയത്ത് വീഡിയോസ് എടുക്കാത്തത്. കാരണം നമ്മുടെ ഒരു എന്താ പറയാ കാര്യം കൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ അനോമലി സ്കാനിങ്ങിനൊക്കെ പോയി. സത്യം പറഞ്ഞാൽ അനോമലി സ്കാനിങ് എടുത്ത് വന്നപ്പോഴാട്ടോ ഈ 5.5 6 മാസമായി. ഇനി 6 ദിവസം, ഇനി 6ാമത്തെ ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും കൃത്യം 6 മാസമായി. അപ്പം എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇത്രയും മാസത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലാത്തൊരു സ്കാനിങ് ഇതായിരുന്നു. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. കാരണം ഇത്രയും ദിവസം സ്കാനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നമുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് പറയാം, എനിക്ക് പറയാൻ പറ്റുന്നൊരു സമയമാണെങ്കിൽ പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയാം. കാരണം ആ പ്രശ്നം ക്ലിയർ ആയി എന്നറിഞ്ഞതിൽ ഞാൻ പറയാം, നോർമലി സ്കാനിങ്ങിൽ അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ടെൻഷൻ മറ്റുള്ളവരോടും കാണിച്ച് അവരെയും കൂടി ടെൻഷൻ ആക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നോസിന്റെ ഒരു സൈഡിലെ എല്ല് അണോസിഫൈഡ് ആയിരുന്നു. അതായത് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് ടെസ്റ്റ് നടത്തി. അപ്പം ഭയങ്കര ടെൻഷൻ. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, NIPT ടെസ്റ്റ് ചെയ്തു, ഡബിൾ മാർക്ക് ചെയ്തു. അപ്പൊ അതിലൊക്കെ ലോ റിസ്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സമാധാനമായിരുന്നു. നമ്മൾ 1 അല്ല 2 അല്ല 3 അല്ല 3ലധികം അതർ ഗൈനക്കോളജിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്തു. കാരണം നമ്മൾ ഒരു ഓപ്ഷൻ മാത്രം എടുക്കണ്ട, നമ്മുടെ ഒരു സമാധാനത്തിന് കുറച്ചും കൂടി കൂടുതൽ ഓപ്ഷൻസ് എടുക്കാം എന്ന് കരുതി നമ്മൾ വേറെയും ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും നമ്മളോട് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കിത് അറിയാൻ പറ്റും നെക്സ്റ്റ് സ്കാനിങ്ങിലാണ്. കുഞ്ഞിനെ കാണുന്ന സമയത്ത് നോസിന്റെ എല്ലാം അവിടെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട്
അതിനെയും കൂടി ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയുന്ന സമയത്ത് നമ്മളത് കാര്യമാക്കാതെ മുന്നോട്ട് പോയാൽ അത് ആ കുഞ്ഞിന്റെ കൂടി ഭാവിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരുന്നു ടെൻഷൻ. അപ്പൊ എന്തായാലും ആ ടെൻഷൻ ഒഴിഞ്ഞു പോയി, കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആണ്, അതുപോലെ തന്നെ ഗ്രോത്ത് എല്ലാം വളരെ കറക്റ്റ് ആണ്, അതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ അൺഓസിഫൈഡ് നോസ് ഓസിഫൈഡ് നോസായി, ബാക്കിയെല്ലാം അനോമലി സ്കാനിങ്ങിൽ പിന്നെ അങ്ങനത്തെയുള്ള നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാ അവയവങ്ങളും കാണാൻ പറ്റുന്ന അവയവങ്ങളിലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ അവയവങ്ങളും ഈ സമയത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാ അവയവങ്ങളൊക്കെ ഈ സമയത്ത് എല്ലാം നോക്കും. പിന്നെ ഇത്രയും ദിവസം വരെ ആർക്കും ബേബിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമേ കാണിച്ചു തന്നുള്ളൂ. ഇത്തവണ വിശാഖിനും കൂടി വിളിച്ച് വിശാഖിനും കൂടി ബേബിനെ കാണിച്ചു കൊടുത്തു. ഇതാട്ടോ ബേബി, ഇതാട്ടോ ബേബിയുടെ തല, ഇത്രയും പിന്നെ നമ്മളെ കാണിക്കുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ കാണിക്കില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. നോർമലി സ്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഞാൻ ആ കിറ്റ്കാറ്റിന്റെ വീഡിയോ ഓൾറെഡി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കയറി, കാരണം പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്ന് എനിക്കറിയില്ല, ആരാണെങ്കിലും ബേബി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം എടുക്കുകയും ചെയ്തിരുന്നില്ല. കാരണം ഞാൻ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ടോക്കൺ നമ്പർ 12 നോർമലി സ്കാൻ കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂടിയ സ്കാനിങ് ആണല്ലോ. അപ്പൊ എൻ്റെ മുന്നേ വന്നവരാരും പോയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരെയും ഇറക്കി വിട്ട് വീണ്ടും നടത്തിച്ച് വീണ്ടും ഭക്ഷണം കഴിപ്പിച്ചിട്ടൊക്കെയാണ് സ്കാനിങ് എടുക്കുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കാനിങ് എടുത്ത് അത്യാവശ്യം നല്ല തഴമ്പായതുകൊണ്ട് ഞാൻ എല്ലാവിധ സെറ്റപ്പോടും കൂടിയിട്ടാണ് പോയിട്ടായിരുന്നു. ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു, ഈ പറഞ്ഞ പോലെ മധുരമുള്ള സാധനം കഴിച്ചു. എനിക്ക് ഷുഗറാണ്, പക്ഷെ എന്നാലും ഞാൻ മധുരമുള്ള സാധനമൊക്കെ, ബേബി ആ സമയത്ത് ആക്റ്റീവ് ആയിട്ട് ആ പൊസിഷനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെന്തായാലും സക്സസ് ആയി, എല്ലാം സെറ്റായിട്ടാണ് ഞങ്ങൾ സ്കാൻ ചെയ്ത് ഇറങ്ങി. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എൻ്റെ മുന്നിലുള്ള ആളുകളുടെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൺ ടൈമിന് കഴിയുമായിരുന്നെങ്കിൽ 1:30ക്ക് നമ്മൾ കയറുമായിരുന്നു. അതിലൊരു 2:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോരായിരുന്നു. പക്ഷേ ഞാൻ കയറിയപ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1:30 എന്ന് പറഞ്ഞാൽ ഒത്തിരിയും ഡിലേ ആയി, കാരണം എൻ്റെ മുന്നിലുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞ പോലെ ഡിലേ ആയിട്ടാണ് സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ എന്തോ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിലേ ഉണ്ടായിരുന്നതുകൊണ്ട് നൈറ്റാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടത്, വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയേ. അപ്പൊ ഞാൻ അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ 5-5.5 മാസത്തെ ടെൻഷൻ ഇപ്പോഴാണ് ഒഴിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞ് ആണ് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. കാരണം ഡോക്ടറെ നമ്മളിനി വീണ്ടും ഒരു ഡേ നമുക്ക് ലീവ് എടുക്കണമല്ലോ. വിശാഖിന് ഓൾറെഡി വർക്കിംഗ് ഡേ ലീവ് എടുത്തിട്ട് നമ്മൾ സ്കാനിങ്ങിന് പോകുന്നത്. ഞാൻ വിശാഖിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മ കൂടെ പോയിക്കോളാം, പ്രശ്നം ഇല്ല ഒന്നും പറ്റില്ല, ഞാൻ തന്നെ വരണം. കാരണം എനിക്കറിയാം എന്നെ പോലെ തന്നെ ടെൻഷൻ അടിക്കുന്ന ആളാണല്ലോ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശാഖിനോട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറിനെ എന്തായാലും കാണണം. അപ്പം പിറ്റേ ദിവസത്തേക്ക് ആക്കണ്ട, ആ സമയത്ത് തന്നെ ഡോക്ടറിനെ പോയി കാണണം. ഡോക്ടറിനെ വീട്ടിൽ പോയിട്ടാണ് കണ്ടത്. അതായത് നമ്മൾ സ്കാനിങ് എടുക്കുന്നതിനേക്കാൾ ഒരു എനിക്ക് തോന്നുന്നു 500 മീറ്റർ അടുത്താണ്, 500 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 കിലോമീറ്റർ അടുത്താണ് ഡോക്ടറിന്റെ വീട്. അപ്പൊ നമ്മൾ അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോരാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞത്, 5-5.5 മാസം കൊണ്ട് അടിച്ച ടെൻഷനൊക്കെ ഇതോടുകൂടി തീർന്നല്ലോ, ഇനി അങ്ങോട്ട് പ്രശ്നമൊന്നും വരാതിരിക്കട്ടെ കേട്ടോ, അറിയില്ല. അപ്പം അങ്ങനെ ഡോക്ടറെ അടുത്ത് നമ്മളെത്തി. ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നെ കണ്ടിട്ട് സ്കാനിങ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് 5-5.5 മാസത്തെ സംഭവബഹുലമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. കാരണം അങ്ങനെ ആയിരുന്നു. രാത്രി കൊണ്ടുപോകുന്നു, ബ്ലീഡിങ് വന്ന അപ്പോൾ കാറെടുത്ത് പോകണം. ഡോക്ടർ ഒരു തവണ ഞങ്ങൾ ബ്ലീഡിങ് ആയിട്ട് ചെന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഡോക്ടർ വീണ്ടും റൗണ്ട്സിന് വന്ന സമയത്തെ വിശാഖിനോട് ഒരു കാർ എപ്പോഴും ഉമ്മർത്തിങ്ങനെ റെഡിയാക്കി വെച്ചോട്ടോ, എന്നാലേ ശരിയാവുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളായിട്ട് കുറച്ചും കൂടി ബന്ധമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന കൊളോക്കിയൽ ലാംഗ്വേജ് ഉള്ളൂ, ഇതുപോലെ തന്നെയായിരുന്നു മാഡം നമ്മളോട് സംസാരിച്ചിരുന്നത്. കാരണം അച്ഛനായിട്ട് നല്ല ബന്ധമാണ് ഡോക്ടർ. അവര് വർക്ക് ചെയ്യുന്ന കാലത്ത്, അച്ഛൻ യൂണിയനിൽ ഉണ്ടായിരുന്ന കാലത്തും അച്ഛൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ ആ സമയം കൊണ്ട് വന്നിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ തന്നെ ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചത്, 5-5.5 മാസം സംഭവബഹുലമായിട്ടുള്ള യുദ്ധം അങ്ങോട്ട് തീർന്നൂലേ, ഇനി നമുക്ക് അങ്ങോട്ട് കുഴപ്പമില്ല, കാരണം എല്ലാം നോർമൽ. കാരണം ഞാൻ അത്രയും കെയർ ചെയ്തും അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ, 26 വയസ്സിൽ ഞാൻ ഇത്രയും അധികം അനുസരിച്ചിട്ടുള്ള വേറൊരു കാര്യം എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ മേ ബി ഞാൻ അനുസരിച്ചിട്ടുണ്ടാവാം, ഇല്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ ഇങ്ങനെ അനുസരിച്ച് വേറൊരു കാര്യമില്ല, അത്രയും ഫോളോ അപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുഴപ്പമൊന്നും ഇല്ലാതെ ഇന്നലെ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഉടക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നും ഇല്ലാട്ടെ, ഞാൻ എല്ലാം സെറ്റാക്കും. ഇന്ന് മുതൽ വീണ്ടും ഡയറ്റ് ചെയ്യുന്നു. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നലെ ഡയറ്റ് ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് കിട്ടിയ വായിലിടും, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇനി എന്തായാലും ഞാൻ ഫുഡൊന്നും നമ്മുടെ ഡയറ്റൊന്നും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ബേബിയുടെ ഹെൽത്തിനും നല്ലത്. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറും പറഞ്ഞു ഓക്കെയാണ്, ഒരു പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ വെയിറ്റ് കുറയുന്നത് ഒരു പ്രശ്നമാണ്, പ്രോട്ടീൻ പൗഡർ എഴുതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, പ്രോട്ടീൻ പൗഡർ വേണ്ട, ഇവിടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മരുന്നൊന്നും എഴുതിയില്ല, കാൽഷ്യം അയണും മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ
നമ്മുടെ നോർമലി സ്കാനിങ് അങ്ങനെ സക്സസ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആ ദിവസം വൈൻഡപ്പ് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ നോർമലി സ്കാനിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിലും ഇതൊക്കെ ഈ അൺഓസിഫൈഡ് നോസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പറ്റുമോ എനിക്ക് അറിയണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത്. വീണ്ടും അൺഓസിഫൈഡ് നോസ് ആണെങ്കിൽ, ഇഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയാവുമായിരുന്നു. അത് ഭയങ്കര സങ്കടമാവുമായിരുന്നല്ലോ. അപ്പോൾ അതായിരുന്നു ആകെയുള്ളൊരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ എന്തായാലും ഒഴിഞ്ഞു കിട്ടി. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള പ്ലാനിൽ തന്നെയാണ്. അപ്പോൾ ഇതാട്ടോ എൻ്റെ എന്താ പറയുക നോർമലി സ്കാനിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ഡേ ഭയങ്കര, അതായത് ആ മൊമെൻറ്റ് നമ്മുടെ ആ കട്ടിലിൽ നിന്ന് കിടക്കുന്ന സമയത്തെ ഭയങ്കരമായിട്ട് നമ്മൾ ഫീറ്റൽ മെഡിസിൻ പഠിച്ച ഡോക്ടറാണ് നമ്മളെ നോർമലി സ്കാൻ ചെയ്യാന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ചില സ്കാൻ ചെയ്യുന്ന ആളുകൾ ഭയങ്കര കാമൻ, ഭയങ്കര ചില്ലായിരിക്കും. അവർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും, ഇതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയില്ല, എന്താ ചെയ്യണം, അങ്ങനെ 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 നമ്മളോട് സംസാരിക്കുള്ളൂ. ഇത് അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക സീരിയസ് ആയിട്ട് മോണിറ്ററിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ചില കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അപ്പം ഞാനിങ്ങനെ ടെൻഷൻ, അയ്യോ എന്താ പറ്റി. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്കാരി ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെതായിരിക്കും, ഓരോരുത്തരുടെ നേച്ചർ ഓരോ പോലെയാണല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഈ ഫീറ്റൽ മെഡിസിൻ പഠിച്ചവരാണ് ഈ സ്കാനിങ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, അതായത് കൗണ്ടറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് സ്കാനിങ്ങിന് കിട്ടുമോ? കാരണം അവിടെ 4-5 ഡോക്ടേഴ്സ് വേറെ ഉണ്ട്. എന്നെ മുന്നേ സ്കാൻ ചെയ്ത ഷഹാന ഡോക്ടർ ഉണ്ട്, പിന്നെ അതുപോലെ വിവേക് ഡോക്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരാരെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഇല്ല കേട്ടോ, നോർമലി സ്കാനിങ് മാഡം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആകെ വീണ്ടും ടെൻഷൻ. ഞാൻ ചേട്ടനോട് പറഞ്ഞത് ആ ഡോക്ടർ വേണ്ടായിരുന്നു, ആ ഡോക്ടർ വേണ്ട. പക്ഷെ പിന്നെ സ്കാനിങ്ങിന് ചെന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എന്താ പറയുക ബ്ലീഡിങ് ഉണ്ടായിരുന്നോ മുന്നേ? ഞാൻ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് NIPT ടെസ്റ്റ് ചെയ്യാൻ കാരണം എന്നൊക്കെ അതായത് മുന്നത്തെ തവണ ചിലപ്പോൾ ഞാനും ടെൻഷൻ്റെ പുറത്തായിരിക്കും കേട്ടോ. ചിലപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ബ്ലീഡിങ് ആയിട്ടാണ് ചെല്ലുന്നത്. ആ സമയത്ത് ചെല്ലുന്ന സമയത്ത് ഞാനും അത്ര ഓക്കെ അല്ലാത്ത കണ്ടീഷനിലായതുകൊണ്ടാവും എനിക്ക് അങ്ങനെ അതായത് മാം ഓക്കെ അത്ര കംഫർട്ട് അല്ലാതെ എനിക്ക് തോന്നാൻ കാരണം. പക്ഷെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. പക്ഷെ പുള്ളിക്കാരുടെ വർക്കിൽ അത്രയും ഒബ്സർവ്ഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് NIPT ചെയ്തു, റിസൾട്ട് എന്തായിരുന്നു, ലോ റിസ്ക് ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അൺഓസിഫൈഡ് ഒക്കെ ഓസിഫൈഡ് ആയിട്ടുണ്ട്, നമുക്ക് ഹസ്ബൻഡിനെ വിളിക്കാലോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷാനെ വിളിച്ചു, കാണിച്ചു കൊടുത്തു. അതായത് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇത്രയും ദിവസത്തെ വീഡിയോയിലേക്കാൾ ഹാപ്പി കാണുന്നില്ലേ, അത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എങ്ങനെ അത് കൺവേ ചെയ്തുതരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മേ ബി ഇത്തവണയും കൂടി അൺഓസിഫൈഡ് നോസ് ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് കഴിഞ്ഞ തവണ സ്കാനിങ്ങിന് ഡോക്ടർ പറഞ്ഞത്. നെക്സ്റ്റ് സ്കാനിങ്ങിലും കൂടി ഇങ്ങനെയാണെങ്കിൽ എന്നാലും ഒരവസ്ഥയല്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഡോക്ടർക്ക് ഉറപ്പായിരുന്നു കേട്ടോ ഇങ്ങനൊരു പ്രശ്നമൊന്നുമില്ലെന്ന്. പക്ഷെ 2 ഡോക്ടേഴ്സ് ഒരുപോലെ ഉറപ്പ് പറയുന്നില്ല, ഒരാൾ ഇങ്ങനെ പറയുന്നു ഒരാൾ അങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും എല്ലാം സുഖകരമായി സന്തോഷകരമായി നടന്നു. അപ്പോൾ ഇതാണ് എൻ്റെ നോർമലി സ്കാൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഇനിയും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഓൾറെഡി വലിച്ചു നീട്ടിപ്പോയി. അപ്പോൾ ഇതേ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതൊരു ടാറ്റാ.